തണൽ തേടി അലഞ്ഞവരുടെയും അവർക്ക് തണലൊരുക്കി നൽകിയവരുടെയും കഥകൾ പറയുന്ന തണൽ പ്രോഗ്രാമിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന അങ്ങാടിക്കൽ വടക്ക് മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയത്തിൻ്റെ വിശേഷങ്ങളാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തുമ്പമൺ ഭദ്രാസനത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ പുരുഷന്മാർക്ക് അഭയം നൽകി വരുന്നു. 2010 പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറായി വെരി റെവറൻഡ് കുര്യൻ വർഗീസ് കോർ എപ്പിസ്കോപ്പ തയ്യിൽ സേവനം ചെയ്തു വരുന്നു. മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയം എന്ന ഈ സ്ഥാപനം മലങ്കര ഓർത്തഡോക്സ് സഭയിലെ തുമ്പമൺ ഭദ്രാസനത്തിൽപ്പെട്ട ഒരു ആതിരാലയം ആണ് എന്ന് പറയാം. ഇത് തുമ്പമൺ ഭദ്രാസന മെത്രാപ്പോലീത്തായിരുന്നതായ അഭിയന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിയുടെ പേർക്ക് പാറയത്ത് വീട്ടിൽ ബേബി സി പാറയത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യ കുഞ്ഞമ്മ ബേബിയും ചേർന്ന് ദാനമായി എഴുതി കൊടുത്തതാണ്. പഴയ വീടും അതിനോട് ചേർന്നുള്ളതായ 25 സെൻറ്റ് സ്ഥലത്തോളമാണ് അദ്ദേഹം പരിശുദ്ധ അഭിമന്യ ക്ലീമീസ് തിരുമേനിക്ക് എഴുതി കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ സ്ഥാപനം ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കണം എന്നുള്ളതും അതോടൊപ്പം തന്നെ ആതുരാലയമായിട്ട് മാറണം എന്നുള്ളതുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അദ്ദേഹം ദാനമായിട്ട് എഴുതി കൊടുത്തതായ ഈ വീട്ടിൽ എല്ലാ ബുധനാഴ്ചയും പ്രാർത്ഥനയും ധ്യാനവും നടത്തി വന്നിരുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണം എന്നുള്ളതായ കാര്യത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് സൗജന്യമായിട്ടുള്ളതായ തയ്യൽ പരിശീലനം നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. ഈ പ്രദേശത്തും അല്പം വിദൂരത്തുമുള്ളതായ പല സ്ഥലങ്ങളിൽ നിന്നും ചെറുപ്പക്കാരായിട്ടുള്ളതായ സ്ത്രീകൾ വന്ന് സൗജന്യമായിട്ടുള്ള തയ്യൽ പരിശീലനം നേടി. 2 വർഷം അത് ഭംഗിയായി നടന്നു. ഈ പ്രദേശത്തുള്ളതായ തൊഴിലില്ലാത്തതായ ചെറുപ്പക്കാരായ സ്ത്രീകളിൽ 200 പേര് വന്ന് ഈ തയ്യൽ പരിശീലനം നേടുകയും അത് അവർക്ക് തൊഴിലിൻ്റെ ഒരു മാർഗമായിട്ട് തീരുകയും ചെയ്തു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ദാനം ചെയ്തതായ ബേബി സി പാറയത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ആധ്യാത്മിക പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ കാര്യങ്ങളും ചെറിയ നിലയിൽ നടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതൊരു മനുഷ്യോപകാരപ്രദമായിട്ടുള്ളതായ സ്ഥാപനമായി തീരണം എന്നുള്ളതായ ആഗ്രഹം കൊണ്ട് ആ വീടിന് സ്ഥല പരിമിതി ഉള്ളതുകൊണ്ടും പുതിയ ഒരു കെട്ടിടം പണിയുവാനായിട്ട് ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ ഒക്കെ തീരുമാനിക്കുകയും അഭിമന്യ തിരുമേനി അതിനുള്ളതായ അനുവാദം തരികയും ചെയ്തു. ഈ പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്നും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിവിധ പള്ളികളിൽ നിന്നും സ്വദേശത്തുള്ളതും വിദേശത്തുള്ളതുമായ പല പള്ളികളിൽ നിന്നും ഞങ്ങൾക്ക് സംഭാവന ലഭിച്ചിട്ടുണ്ട്. ആ സംഭാവന എല്ലാം കൂടെ ചേർത്താണ് ഈ കെട്ടിടം പണിത്. പുതിയ കെട്ടിടം 2015 ജനുവരി മാസത്തിൽ ഇത് കൂദാശ ചെയ്ത് അല്പം ഗംഭീരമായിട്ടുള്ളതായ നിലയിൽ അതിൻ്റെ കൂദാശയും ഉദ്ഘാടന കർമ്മവും നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. 2017 ഇതൊരു ഓൾഡ് ഏജ് ഹോമായിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ളതായ സാഹചര്യം ഉണ്ടായി. ഏതാനും അർഹരായിട്ടുള്ളതായ പ്രായമുള്ള പുരുഷന്മാരെ താമസിപ്പിച്ചുകൊണ്ടാണ് ഈ ഓൾഡ് ഏജ് ഹോം പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ 7 അന്തേവാസികൾ ഇവിടെയുണ്ട്. 60 വയസ്സിനോ അടുത്തും അതിന് മുകളിലുള്ളതും 80 വയസ്സിന് മേളിലുള്ളവരുമായിട്ടുള്ളതായ ആളുകളാണ്. എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ടെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. പല പല രോഗങ്ങളുള്ളതായ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്.
അവർക്ക് ആവശ്യമായിട്ടുള്ളതായ എല്ലാ ചികിത്സകളും എല്ലാവിധമായിട്ടുള്ളതായ അവരുടെ ആരോഗ്യ വർധനവിന് കാരണമായിട്ടുള്ളതായ സകലവിധമായ കാര്യങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ളതായ ചുമതല വഹിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു തോമസ് അച്ഛനാണ്. അദ്ദേഹം രാപകലില്ലാതെ ഈ സ്ഥാപനത്തിൽ ഇപ്പോഴുള്ളതായ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് വളരെയേറെ പ്രവർത്തിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. രാത്രിയുടെ ഏത് സമയമായാലും കൊള്ളാം, ആവശ്യം വരുന്ന പക്ഷം അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും അവരുടെ കൂടെ ഇരുന്ന് പരിചരണം നടത്തുന്നതിനുമൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് സമൂഹത്തിന് നല്ല അഭിപ്രായം ഉണ്ടാകുവാനായിട്ട് കാരണമായി തീർന്നിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബേബി സി പറയത്തും ഭാര്യ കുഞ്ഞമ്മ ബേബിയും തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്ന അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിക്ക് നൽകിയ പഴയ വീടും 25 സെന്റ് സ്ഥലവും കേന്ദ്രമാക്കിയാണ് അങ്ങാടിക്കൽ വടക്ക് മാർ ഗ്രിഗോറിയോ സ്നേഹാലയം പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ നടത്തിപ്പിന് ദൈനംദിനമുള്ളതായ ചിലവുകൾക്ക് ആവശ്യമായിട്ടുള്ളതായ പണവും മറ്റ് സാധന സാമഗ്രികളുമൊക്കെ ഈ പ്രദേശത്തും വിവിധ സ്ഥലങ്ങളിലുള്ളതായ ഞങ്ങളുടെ ഭദ്രാസനത്തിലെ ഇടവകക്കാരും വളരെ സന്തോഷത്തോടെ തന്ന് ഇതിനിങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പ്രവർത്തനത്തിന് 40 അംഗങ്ങളുള്ളതായ ജനറൽ ബോഡി പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതായ 15 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. എല്ലാവരും വളരെ യോജിപ്പോടെ സന്തോഷത്തോടെ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നാളിതുവരെ പ്രവർത്തിച്ചു വരുന്നു. ഇനിയും അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുക എന്നുള്ളതിന് യാതൊരുവിധമായിട്ടുള്ളതായ സംശയവുമില്ല. അങ്ങനെ ഇത് ഈ സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആരോരും പരിഹരിക്കാനില്ലാത്തതായ ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്നു. ഇനിയും അങ്ങനെ തന്നെ ഇത് പ്രവർത്തിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതിന് ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോടുകൂടെ ഉണ്ട്. ആ ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ആരുടെയും പ്രത്യേകമായിട്ടുള്ളതായ കഴിവുകളൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽപ്പെട്ടതായ ആളുകളുടെ സഹായവും സഹകരണവുമൊക്കെയാണ് ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇത് കൂടുതൽ വളർച്ചയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സ്ഥല പരിമിതികൾ ഇപ്പോൾ ഉണ്ട് എന്ന് വരികയിലും ഇതിന് കൂടുതൽ സ്ഥലം ആവശ്യമായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഏതെങ്കിലും കാരണത്താൽ അങ്ങനെ സ്ഥലം കിട്ടുവാനിടയുണ്ട് എന്ന് വരികയിൽ സ്ഥലം വാങ്ങിച്ച് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുള്ളതും ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ്. അത് ദൈവത്തിൻ്റെ കൃപയും ശക്തിയും അതോടൊപ്പം ഈ സമൂഹത്തിലെ നല്ലവരായ ആളുകളുടെ സഹായങ്ങളും സഹകരണവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവം അതെല്ലാം നടത്തി തരുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാവിധമായിട്ടുള്ളതായ വളർച്ചയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതായ ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ കറസ്പോണ്ടൻറ്റും മാനേജുമായിരിക്കുന്നതായ ബഹുമാനപ്പെട്ട റംബാച്ചൻ, ഇതിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ലാൽജി സാറ്, അതോടൊപ്പം തന്നെ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്നതായ റോയ് വറി സാറ്, എല്ലാവരും ഇപ്പോൾ ഇവിടെയുണ്ട്. എല്ലാവരുടെയും സഹായത്തിനും സഹകരണത്തിനും പ്രത്യേകമായിട്ടുള്ളതായ നന്ദി. അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ ഇതിനെ പല വിധത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാവരോടുമുള്ളതായ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചോളും. 15 പുരുഷന്മാരെ പാർപ്പിക്കുവാനുള്ള അനുമതിയാണ് ഈ സ്ഥാപനത്തിന് ഉള്ളത്. ഫാദർ മാത്യു തോമസ് ഈ സ്ഥാപനത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായും കെയർ ടേക്കറായും സേവനം ചെയ്തു വരുന്നു. പത്തനംതിട്ട ജില്ലയിലെ കുടമൺ ഗ്രാമപഞ്ചായത്തിലെ അങ്ങാടിക്കൽ വില്ലേജിൽ കോമാട്ടുമുക്കിലുള്ള മാർ ഗ്രിഗോറിയോ സ്നേഹാലയം വൃദ്ധസദനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ്. ഈ സ്ഥാപനം ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സ്ഥാപനമായി നിലകൊള്ളുകയാണ്. ഈ നാട്ടിലെ എല്ലാ മാന്യ വ്യക്തികളും ഈ സ്ഥാപനവുമായിട്ട് ഏറ്റവും അധികം പങ്കുചേരുന്നു. അവരുടെ സംഭാവനകൾ അവർ ഈ സ്ഥാപനവുമായി ഏറ്റവും അധികം സ്നേഹമുള്ള ബന്ധം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്നേഹാലയം വൃദ്ധസദനം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി ഇത് മനസ്സിലാക്കുകയാണ്. എല്ലാവരും
ഒരുമിച്ച് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നു, എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇതിന് ചുമതലപ്പെട്ടുള്ള ഞാൻ ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായും കെയർ ടേക്കറായും ഞാൻ സേവനം ചെയ്യുകയാണ്. ഒത്തിരി സന്തോഷമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെറിയവർക്ക് ചെയ്തതൊക്കെയും എനിക്ക് ചെയ്യുന്നതാകുന്നു. ഈ ചെറിയവർക്ക് ഒരു പാത്രം പച്ചവെള്ളം ആർക്കെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ അത് എനിക്ക് ചെയ്യുന്നതാകുന്നുള്ള ശ്രേഷ്ഠമായ വചനം നിറവേറുവതൊക്കെ വേണം ഞാൻ എൻ്റെ ജീവിതം ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും തമ്പുരാൻ തരുന്നു. ഈ പാവപ്പെട്ട മക്കളെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇതൊരു വലിയ ഭാഗ്യമായി ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കുകയാണ്. എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും ഒക്കെ സന്തോഷവും ആശംസയും പ്രത്യേകമായി ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. സമൂഹത്തിലെ സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങളാലാണ് ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന ചിലവുകൾ നടന്നു വരുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ അങ്ങാടിക്കലിൽ പ്രവർത്തിക്കുന്ന ഒരു വൃദ്ധസദനമാണ് മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയം. ഈ സ്ഥാപനം 2010 ABC പാറയത്തും ദൈവത്തിൻ്റെ സഹധർമ്മിണി കുഞ്ഞമ്മയും നമുക്ക് നൽകുന്നത്. 2017 ഈ സ്ഥാപനത്തിൽ ഒരു വൃദ്ധസദനം ആരംഭിക്കുവാനായിട്ട് തീരുമാനിക്കുകയും തീരുമാനപ്രകാരം ഞാനിതിൻ്റെ മാനേജർ ആൻഡ് കറസ്പോണ്ടൻ്റ് എന്ന ചുമതല ഏറ്റെടുക്കുകയും മാർച്ച് മാസം മുതൽ ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഈ സ്ഥാപനത്തിന് സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളതും കേരള സംസ്ഥാന ഓർഫണേജ് കൺട്രോൾ ബോർഡിൻ്റെ 2424 നമ്പരായി അംഗീകാരം നൽകിയിട്ടുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ നാനാജാതി മതസ്ഥരായ ആൾക്കാരെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പുരുഷന്മാരെയാണ് ഞങ്ങൾ താമസിപ്പിക്കുന്നത്. അവരുടെ ദൈനംദിന ആവശ്യങ്ങളെല്ലാം യാതൊരു കുറവുമില്ലാതെ പരിഹരിക്കുവാൻ ഞങ്ങളുടെ കഴിവിൻ്റെ അനുസരിച്ച് പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 7 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഓർഫണേജ് കൺട്രോൾ ബോർഡ് 15 പേരെ താമസിപ്പിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ 7 പേരെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഇവരെ 7 പേരെ സംരക്ഷിക്കുമ്പോൾ തന്നെ ഭീമമായ ഒരു തുകയാണ് ഇവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. നല്ലവരായ നാട്ടുകാരുടെ സഭാസ്നേഹികളുടെ സഹായവും സഹകരണവുമാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ മാനേജർ എന്ന നിലയിൽ വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് പറയുവാൻ കഴിയും, ഇതിൻ്റെ സ്ഥാപക ഡയറക്ടറായ പ്രൊഫസർ കുര്യൻ വർഗീസ് അച്ഛൻ്റെ നിസ്വാർത്ഥമായ സേവനവും വളരെ വിലമതിക്കുന്ന ഒന്നാണ്. അച്ഛൻ പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിരുന്നു. ജോലി ചെയ്യുന്ന സമയത്തും പെൻഷനായ സമയത്തും അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ നല്ല ഒരു ഭാഗം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ അഹോരാത്രം പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെക്രട്ടറി എബ്രഹാം ജോർജ് സാറും ട്രഷറർ റോയ് സാറും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ കൈയോട് കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ വരുന്നവർ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ ഉള്ളവരാണ്. നമുക്കറിയാം, നമ്മുടെ ഭവനത്തിൽ ഒരു പ്രായമുള്ള ഒരാളെ സംരക്ഷിക്കുമ്പോൾ
എത്രമാത്രം ബുദ്ധിമുട്ടാണ് എന്ന്. പ്രഭാതത്തിൽ ഇവർക്ക് പ്രഭാതത്തിലും ഉച്ചയ്ക്കും വൈകിട്ടും നല്ല രുചികരമായ ഭക്ഷണം കൊടുക്കുവാനാണ് ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, ബഹുമാനപ്പെട്ട കുര്യൻ വർഗീസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ മാത്യു തോമസ് അച്ഛനുമൊക്കെ പ്രവർത്തിക്കുന്നത്. കർത്താവായ യേശു തമ്പുരാൻ അരുളി ചെയ്തു, നിങ്ങൾ എളിയവർക്ക് ചെയ്യുന്നതൊക്കെയും എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. കർത്താവ് നമ്മോട് ചോദിക്കും, ഞാൻ വിശന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ, കർത്താവേ, ഒരിക്കലും നിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, ഈ എളിയവർക്ക് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്തത് എന്ന് കർത്താവിന് നമ്മോട് പറയണം. കരയുന്നവൻ്റെ കണ്ണീരൊപ്പുവാനും വേദനിക്കുന്നവൻ്റെ വേദന എൻ്റെ വേദനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഭാരതത്തിൽ ഈ രംഗത്ത് പ്രവർത്തിച്ച മദർ തെരേസയും ഫാദർ ഡാമിയനും ഇപ്പോൾ പ്രവർത്തിക്കുന്ന സിസ്റ്റർ ദയാബായിയും ഒക്കെ ഇതിനൊക്കെ ഉത്തമമായ മാതൃകകളാണ്. അവരുടെ പാത നമുക്ക് പിൻപറ്റുവാനായിട്ട് കഴിയണം. ഇപ്പോൾ എല്ലാവരെയും സഹായിക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അവരവരുടെ സാമ്പത്തികമനുസരിച്ച്, അവരവരുടെ കഴിവനുസരിച്ച്, അവരുടെ സമയമനുസരിച്ച് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോവുകയും അവർക്ക് വേണ്ടതായ ശുശ്രൂഷകളൊക്കെയും ചെയ്യുവാൻ നമുക്കിടയാകണം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളാണ് ഈ തുമ്പോൺ ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ടയിലെ മാർ ഗ്രിഗോറിയോസ് ശാന്തിസദനവും, അങ്ങാടിക്കലിൽ മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയവും, തട്ടയിൽ സെൻറ്റ് മേരീസ് ഹോമും, തുമ്പോൺ നോർത്തിൽ ബെത്സൈദ ഭവനവും, പത്തനംതിട്ട വെട്ടിപ്പുറത്തുള്ള മാർ UCBS പാലിയേറ്റീവ് കെയർ സെൻ്ററും ഒക്കെ ഈ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളെ എല്ലാവരുടെയും സഹായവും സഹകരണവും മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ സ്ഥാപനത്തെയും ഇവിടെ കഴിയുന്ന എല്ലാ അപ്പച്ചന്മാരെയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത്തരത്തിൽ ഇവിടേക്ക് കടന്നു വന്ന് ഈ സ്ഥാപനത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഫിലിം എടുത്ത വേർഡ് ടു വേൾഡ് ചാനലിനോടും അതിന് നേതൃത്വം കൊടുക്കുന്ന ജേക്കബിനോടും മറ്റ് എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വാർദ്ധക്യത്തിൽ നിരാലംബരാക്കപ്പെട്ട പുരുഷന്മാർക്ക് അഭയം നൽകുവാൻ സ്ഥാപിതമായ അങ്ങാടിക്കൽ നോർത്ത് മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയത്തിൽ ഇപ്പോൾ 7ഓളം പേരാണ് കഴിഞ്ഞുവരുന്നത്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ അഭിമാന പ്രോജക്റ്റുകളിൽ ഒന്നാണ് അങ്ങാടിക്കൽ മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയം. ഇതിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കാം. ഇതിൻ്റെ പ്രസിഡൻറ്റ് തുമ്പോൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം മെത്രാപ്പൊലീത്ത ആണ്. ഇതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് തുമ്പോൺ ഭദ്രാസന സെക്രട്ടറി വെരി റവറൻ ജോൺസൺ കല്യട്ടത്തിൽ കോർ എപ്പിസ്കോപ്പാച്ചനാണ്. ഇതിൻ്റെ ഡയറക്ടർ 2010 ഈ സ്ഥാപനം ആരംഭിച്ച കാലം മുതൽ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് വെരി റവറൻ കുര്യൻ വർഗീസ് കോർ എപ്പിസ്കോപ്പാച്ചൻ സ്തുത്യർഹമായി പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ മാനേജരായിട്ട് വെരി റവറൻ ബെർസ്കീപ്പ റെമ്പാച്ചൻ ഇതിൻ്റെ കറസ്പോണ്ടൻ്റ് കൂടിയാണ്.
റംബാച്ചനും നിസ്തുലമായ സേവനങ്ങൾ ഈ സ്ഥാപനത്തിന് നൽകി വരുന്നു. ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് ബൽഹിനായ ഞാനാണ്, എബ്രഹാം എം ജോർജ്. ഇതിൻ്റെ ട്രഷറർ റോയി വർഗീസ് സാറ്, ചന്ദനപ്പള്ളി സ്വദേശി. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്ററായിട്ട് ശ്രീ തോമസ് രാജൻ തെക്കേതിൽ, ഊന്നുകൽ സ്വദേശിയാണ്. 40 അംഗ പ്രവർത്തക സമിതിയാണ്. അതിൽ നിന്നുമുള്ള 15 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഇവിടെ നാനാജാതി മതസ്ഥരായ ആൾക്കാർക്കാണ് ഇതിൻ്റെ പ്രവേശനം നൽകുന്നത്. ഭദ്രാസനത്തിൻ്റെയും അതോടൊപ്പം ഇതര മതസ്ഥരുടെയും ഒക്കെ അളവറ്റ പിന്തുണ ഈ സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട്. ഇവിടെ 15 ആൾക്കാർക്ക് അഡ്മിഷൻ കൊടുക്കത്തക്ക രീതിയിലുള്ള നമുക്ക് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 7 അന്തേവാസികൾ ഇതിന് സ്ഥാപനത്തിലുണ്ട്. 2010 കാലയവനിക്കുള്ളിലായ അങ്ങാടിക്കൽ ബേബി സി പാറയത്ത് അച്ചാനും കുടുംബവുമാണ് ഈ അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും ഭദ്രാസനത്തിന് ദാനമായിട്ട് നൽകിയത്. അന്നത്തെ ഇടവ മെത്രാപ്പൊലീത്ത അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിക്ക്. അതിനുശേഷം കാലാകാലങ്ങളായിട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരുന്നു. ഇവിടെ ഒരു ക്രൈസ്തവ സാക്ഷ്യം കൊടുക്കത്തക്ക രീതിയിലുള്ള ഈ സ്ഥാപനം നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിന് ഇനിയും ഏറെ വളർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും ദൃശ്യമാധ്യമ പ്രവർത്തകരുടെയും എല്ലാ ആൾക്കാരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ദൈവം നൽകിയിട്ടുള്ള താലന്തുകൾ, നമ്മുടെ അധ്വാനമായാലും സമയമായാലും പണമായാലും ഈ ദൃശ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾക്ക് വിനിയോഗിക്കേണ്ടതുണ്ട്. അത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ സമൂഹത്തിൽ ആവശ്യമാണ്. നിരാലംബരും അശരണരുമായ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് ക്രൈസ്തവ ദൗത്യമാണ്. അതിന് കൂടുതൽ ഉത്തേജനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവവചനം ഭൂമിയിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപകളെ മറ്റുള്ളവരിൽ പങ്കുവയ്ക്കുന്നതിലൂടെ അതനുഭവിക്കുന്ന ഓരോരുത്തരും സംതൃപ്തരാകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സ്നേഹാലയത്തിലും അതുതന്നെയാണ് നടക്കുന്നത്. ഇതിലെ അന്തേവാസികൾ നല്ല പ്രായമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന അവരെ ഓരോരുത്തരും നിറഞ്ഞ സംതൃപ്തിയോടെ സന്തോഷത്തോടെ അവരുടെ ശിഷ്ടായുസ് ഇവിടെ കഴിച്ചു കൂട്ടുവാൻ തക്കവണ്ണമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട കുര്യൻ വർഗീസ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ സ്നേഹാലയത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് സ്ഥലം എന്നുള്ളതാണ്. ഇത് കുറച്ചുകൂടെ വിപുലപ്പെടുത്തിയെങ്കിൽ മാത്രമേ കൂടുതൽ പേർക്ക് വളരെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ ഇതിൽ അവരുടെ ശിഷ്ടായുസ് കഴിഞ്ഞുകൂടുവാൻ സാധിക്കുകയുള്ളൂ. അതിൽ നല്ലവരായ ഓരോരുത്തരുടെയും സന്മനസ്സും കൈത്താങ്ങും പ്രാർത്ഥനയും ഉണ്ടാവണം. നിങ്ങളുടെ ജന്മദിനങ്ങളോ വീട്ടിലെ ബന്ധുക്കളുടെ ഓർമ്മദിനങ്ങളോ ആചരിക്കുമ്പോൾ ഈ സ്നേഹാലയത്തെ കൂടെ ഓർക്കുവാൻ ശ്രമിക്കണം. നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തരുടെയും സ്നേഹനിർഭരമായ കൈത്താങ്ങലുകളുടെയും കൊണ്ട് തുമ്പോൺ ഭദ്രാസനത്തിലെ ഈ നല്ല ആതുരാലയം കൂടുതൽ നന്മയിലേക്ക് വളരുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് ഓരോരുത്തരുടെയും സഹായം ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തുമ്പമൺ ഭദ്രാസനത്തിന് കീഴിൽ പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ പഞ്ചായത്തിൽ അങ്ങാടിക്കൽ വടക്ക് പ്രവർത്തനം തുടരുന്ന മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ടണൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. തുല്യം ചൊല്ലാൻ ആരുമില്ലേ, അങ്ങേപ്പോലെ
ആരുമില്ല